നമുക്കിരിക്കാം. അമ്പിളി പോയി ചായ എടുക്ക. വേണ്ട, ഞാനിന്നലെ സഹായിക്കാമെന്ന് ഏറ്റത് പെട്ടെന്നൊരു ആവേശം തോന്നിയിട്ടൊന്നുമില്ല. പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അതൊക്കെ ഒരു യോഗ. കഴിവും സാഹചര്യവും ഒത്തുവരണമെന്നില്ല. സാഹചര്യം ഞാൻ ഉണ്ടാക്കാം. 8ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് അമ്പിളി തുടർന്ന് എന്ത് പഠിക്കണമെന്നൊന്നും പറയാൻ അറിയില്ല. അത് തീരുമാനിക്കേണ്ടത് അമ്പിളിയാ. പണമില്ല എന്ന് വിചാരിച്ച ഒന്നിനൊരു പരിധി നിശ്ചയിക്കണ്ട. എന്താ പഠിക്കണമെന്ന് വെച്ചാൽ പറയാം. എന്താഗ്രഹം എന്ന് വെച്ചാ അപ്പോട്ടിനോട് പറയടി. ചേച്ചിക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതണമെന്നാ. കിട്ടിയ MBBS-ന് കിട്ടുമല്ലോ. താമരക്കുളത്തിൽ ഡോക്ടർ ഉണ്ടാവുക വെച്ചാ വലിയ കാര്യല്ലേ. അമ്പിളിയുടെ പഠിത്തകാര്യത്തെ പറ്റി ഓർത്ത് ചേച്ചി മനസ്സ് പുണ്ണാക്കണ്ട. അപ്പൂട്ടനാ ഏറ്റിരിക്കണത്. അപ്പൂട്ടനെ ഏറ്റാ അറിയാലോ. ഇത് കുറച്ച് പണമാ. ഇതിനൊക്കെ എത്രയാ ചെലവാവുക എന്ന് എനിക്ക് വലിയ തിട്ടമില്ല. പറഞ്ഞാ മതി, എത്തിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. അപ്പൂട്ടൻ ചായ കുടിച്ചില്ല. വേണ്ട, ഇനി ഒരിക്കലാകാം. പാടത്ത് പണിക്കാരുണ്ടേ. പിന്നെ ഞാനിത് കുറിച്ചിടും. എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അപ്പൂട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത് മക്കളെ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. 10ാം തീയതിയിൽ ജനിച്ച കുട്ടിയാ നീ. വലിയ കീർത്തിമതിയാവൂന്നാ രാമേന്ദ്ര പൊതുവാള് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അത് സത്യമായില്ലേ? ആയിട്ടില്ല. എൻട്രൻസ് കിട്ടണ്ടേ അമ്മേ. നാട്ടുകാർ മുഴുവൻ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും. വെറുതെ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കരുത് കേട്ടോ. ഞാൻ തന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. വെറുതെ വേണ്ട കേട്ടോ ചിന്നു. നിന്നെ പോലല്ല അവള്. പഠിത്തത്തിൽ മാത്രം അവളുടെ ശ്രദ്ധ. പ്രീ ഡിഗ്രിക്ക് റാങ്ക് കിട്ടുന്നവർക്കൊക്കെ എൻട്രൻസിന് കിട്ടണമെന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജില് കഷ്ടിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങി അപർണയ്ക്ക് കിട്ടി. ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിക്ക് കിട്ടിയതുമില്ല. ഭാഗ്യം കൂടി ഉണ്ടാവണം. അതുണ്ടെന്നല്ലേ പൊതുവാള് പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, അടുത്ത ജന്മമെങ്കിലും 10ാം ഉദയത്തിന് ജനിക്കണേ. ഇവളുടെ നാക്കിന് ലൈസൻസ് ഇല്ല. മോൾക്ക് കിട്ടും, ഉറപ്പാ. 10,000 ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു. കോളേജിൽ ചേരുമ്പോഴല്ലേ പണത്തിന്റെ ആവശ്യം വരിക. എന്നാ ആ മൂസാക്കയുടെ കടമൊന്ന് വീട്ടിൽ കൂടെ അമ്മേ. അയാൾ എത്ര നാളായി ചോദിക്കുന്നു. മൂസാക്കയുടെ കടമൊക്കെ ഞാൻ വീട്ടിക്കോളാം. കഞ്ഞിക്ക് മുട്ടിയാലും ഇവളുടെ പഠിപ്പിനല്ലാതെ അപ്പൂട്ടൻ തന്ന പണത്തിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ എടുക്കില്ല. അത് ദൈവദോഷ. ആരാ ആരാത്? എന്താടി അമ്മയും മക്കളും കൂടെ ഒരു ഗൂഢാലോചന? അറിഞ്ഞോ, നമ്മുടെ മോക്ക് റാങ്ക് കിട്ടി. അറിഞ്ഞു. അവളെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൂട്ടൻ അല്ലേ? വേറെ ഒരു കാര്യം പറഞ്ഞു. അപ്പൂട്ടൻ കുറെ പണം തന്നു. നമ്മുടെ മോടെ ഭാവി ഓർത്ത് ഒന്ന് പോടി അവിടുന്ന്. ഇവിടെ മനുഷ്യൻ ചില്ലി പൈസ ഇല്ലാതെ നട്ടം തിരിയുമ്പോഴാ മോളുടെ ഭാവി. ഇന്നത്തേത് കഴിഞ്ഞ് മതി. നാളെ ഇല്ല, ഞാനത് തരില്ല. വിടേ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. നിങ്ങളോ 10 പൈസ തരില്ല. മറ്റുള്ളവര് സഹായിക്കുന്നൂടെ ഇല്ലാതാക്കരുത്. അരുത്, മോളുടെ പഠിപ്പിനുള്ളതാ. ഓ, നിന്റെ മോള് പഠിച്ചങ്ങ് കളക്ടറാകുമ്പോ അല്ലേ? ഇതിനുള്ള പഠിപ്പൊക്കെ മതി. പിന്നെ സഹായവും കാര്യവും കൊള്ളാം. മാനം മര്യാദയായിട്ട് ജീവിച്ചോണം, അല്ലെങ്കിൽ രാവുണ്ണിയുടെ വിധം മാറും. അമ്മേ, അമ്മേ, എന്താടി? അഡ്മിഷൻ കിട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ. എൻട്രൻസിന് നല്ല മാർക്ക് കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് അഡ്മിഷൻ ശരിയാവുമെന്ന്. എന്റെ ഭഗവതി, നീ കേട്ടതൊക്കെ നേരാണോ? ഒക്കെ കാവിലമ്മയുടെ അനുഗ്രഹ. അപ്പൂട്ടന്റെ അനുഗ്രഹമാണെന്ന് പറയാമേ. ഇന്നാണല്ലേ അമ്പിളിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ.
തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നു. മോളെ അപ്പൂട്ടനോട് അനുഗ്രഹം വാങ്ങിക്കേ. അയ്യോ, എന്താ അത്? ഇതിന് മാത്രമുള്ള യോഗ്യതയൊന്നും അപ്പൂട്ടിനില്ല. ഉണ്ട്, പ്രത്യേകിച്ച് അമ്പിളിയുടെ കാര്യത്തിൽ. നീ തന്നെ പറ മോളെ. ഓർമ്മയുണ്ടാവോ എന്തോ, ഇവിടുത്തെ അമ്മയുടെ 2ാം ആണ്ടിന് അന്നദാനവും പാവപ്പെട്ട കുട്ടികൾക്ക് പുതുവസ്ത്രവും ബുക്കും സ്ലേറ്റും പെൻസിലും ഒക്കെ വിതരണം ചെയ്ത ദിവസം. അന്ന് അവിടുത്തെ കൈകൊണ്ട് തന്ന സ്ലേറ്റില ഞാൻ ആദ്യാക്ഷരം കുറിച്ച് പഠിച്ചത്. ഇപ്പൊ എനിക്കൊരു 2ാം ജന്മം കൂടി. അതൊന്നും ഞാൻ ഓർക്കണില്ല. എന്തായാലും അമ്പിളി പഠിച്ച് വലിയ നിലയിലെത്തണം. എത്തും. പോയി വരട്ടെ സാർ. എന്താ വിളിച്ചത്? സാറെന്നോ? വേണ്ട, നാട്ടിലെല്ലാരും വിളിക്കുന്ന പോലെ അപ്പൂട്ടാന്ന് വിളിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആ മണിയാ, ഒരു 5000 രൂപ എടുത്തോണ്ട് വാ. അയ്യോ, ഇപ്പൊ വേണ്ട. അപ്പൂട്ടൻ തന്ന പണം കയ്യിലുണ്ട്. അത് ഇന്ന് കുറെ രാവുണ്ണിയായിട്ട് അടിച്ചു മാറ്റിയില്ലേ? അത് ഞാൻ ആടിനെ വിറ്റ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താവശ്യമുണ്ടല്ലോ എന്നോട് പറയണമെന്ന്. വാങ്ങിയേച്ചി, ഒരു വഴിക്ക് പോകുമ്പോ ആവശ്യത്തിന് പണം കരുതിയിരിക്കണം. ആ പിന്നെ അമ്പിളി, വലിയ പണക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും കൂടെ പഠിക്കുക. അവരുടെ പത്രാസിന് മുന്നിൽ പണമില്ലാന്ന് പറഞ്ഞ് ഒട്ടും താഴരുത്. പണം ആവശ്യമുള്ളപ്പോഴൊക്കെ അപ്പൂട്ടിന് എത്തിച്ചിരിക്കും. ആ പിന്നെ മറ്റൊരു കാര്യം, കോളേജിൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പുതിയതായി ചെല്ലുന്ന കുട്ടികളെ ഉപദ്രവിക്കുക എന്നൊക്കെ, എന്താടാ മണിയാന് പറയാ? അത് റാങ്കിങ്. റാഗിംഗ്. ആ അത് തന്നെ. ഇനി അങ്ങനെ വല്ല ഉപദ്രവം ഉണ്ടെങ്കിൽ അതും അപ്പൂട്ടിനോട് പറയാൻ മടിക്കണ്ട. ശരിയാ, താമരക്കുളത്തും പരിസരത്തല്ലേ നമ്മൾ അടിയുണ്ടാക്കിയിട്ടുള്ളൂ. ടൗണിൽ വന്ന് അടിയുണ്ടാക്കാനുള്ള ഒരു അവസരം അമ്പലി ഉണ്ടാക്കി തരണം. ഒന്ന് ചുമ്മാതിരിക്ക, വെറുതെ ആ കുട്ടിയെ പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നും അല്ല, താമരക്കുളത്തെ കുട്ടിക്കൊരു നാഥനില്ല എന്നുള്ള പേടി വേണ്ടെന്ന് പറയായിരുന്നു. ഞങ്ങളൊക്കെ ഉണ്ട്. എന്നാ ആയിക്കോട്ടെ. ആ പിന്നെ നിങ്ങൾക്ക് കൂട്ടിന് മാധവേട്ടനെയും സരോനി ചേച്ചി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരും ഒപ്പം ഉണ്ടാവും. ശരി. ഓ, കഷ്ടം അവരുടെ കാര്യം. സ്വന്തം മോളെ കോളേജിൽ ചേർക്കാനെങ്കിൽ അച്ഛൻ കൂടെ പോണ്ടതല്ലേ? ഓൻ പോവാണ്ടിരിക്കാന്നല്ലേ ഉള്ള കൂടെ പിടിച്ചറിച്ചുണ്ടോ? ഓനെ അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. ശരിയാ, അമ്പിളിയുടെ മുഖത്ത് ആ പേടിയും വിഷമൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാ എന്റെ മോള് വീട് വിട്ട് നിൽക്കുന്നത്. അനിയത്തിയെ പിരിഞ്ഞൊരു അന്തി അവൾക്ക് നിൽക്കാനാവില്ല. ഈ ഹോം സിക്നസ് ഒക്കെ 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാ പിന്നെ അടിപൊളിയല്ലേ. ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവാ. സ്വന്തം അനുജത്തിയെ പോലെ നോക്കണം. അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. അടുത്തവണ നിങ്ങൾ വരുമ്പോ അമ്പിളി ഒരു പുതിയ ആളായിരിക്കും. അമ്പിളി നന്നായി പഠിച്ച് മിടിക്കാവണം. എന്നാ പോട്ടെ മോളെ. വരട്ടെ. മാധവേട്ട, എന്താ അമ്പിളി? അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. അച്ഛൻ? അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഇതൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ആ വലിയ മനസ്സിന്റെ മുമ്പില് എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല. മാധവേട്ടൻ പറയണം, നന്ദിയുണ്ട്. ഒരു വാക്കുകൊണ്ട് തീരണതല്ല അത്. ഞാൻ കത്തയക്കുന്നുണ്ട്. ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ, എന്നാലും മറുപടി അയക്കാൻ പറയണം. പറയാം. അമ്മേ, അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ? ഞാൻ എന്താ ചെയ്യ? ഇത്രയും പോന്ന ആ പെണ്ണിന് എന്നോട് പ്രേമമാണെന്ന്. അമ്മയ്ക്ക് ഇതൊക്കെ ഒരു തമാശയാ. ഞാൻ കാര്യമായിട്ടാ പറയണത്. ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത്. ആദ്യം കത്താവും, മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം, ഒടുവിൽ നിയന്ത്രണവും വിടും. അത് പാടില്ല എന്ന് പറയാനാ ഞാൻ പോയത്. അവള് പഠിക്കട്ടെ. ഇപ്പൊ മറ്റ് ചിന്തകളൊന്നും വേണ്ട, അല്ലേ അമ്മേ? ദേ അമ്മ ചിരിക്കണു. അപ്പൊ അത് തന്നെ ശരി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അമ്മ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കാണണമെന്നോ? എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം, കണ്ടേക്കാം. ഉത്തരവാദിത്തമുള്ള ആളായി പോയില്ലേ? ഷോ. എവിടേക്കാ അപ്പോട്ടെ രാവിലെ തന്നെ? ടൗണിലൊന്ന് പോണം, 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാ പോരാട്ടോ. ആ അമ്പിളിയുടെ വിവരം വല്ലതുണ്ടോ? ഇല്ല. എന്തേ? അല്ല, കത്തൊന്നും അയച്ചില്ലേ അവള്? ഇല്ലല്ലോ കുഞ്ഞുലക്ഷ്മി അമ്മേ. ആ, നിനക്കയക്കാൻ മടിയുണ്ടാവും, വീട്ടിൽ അയച്ചിട്ടുണ്ടാവും. ദാ ഇപ്പൊ പറഞ്ഞ് നാവ് എടുത്തതേ ഉള്ളൂ. സരസ്വതിക്ക് 100 ആയസാ.
അമ്പിളിയുടെ കത്ത് വന്നിരുന്നു. ഞങ്ങളിപ്പോ ആ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ നിങ്ങൾ സംസാരിക്കേ. സരസ്വതി ചേച്ചി ഇരിക്കി. വേണ്ട, കോളേജിൽ പോയി എഴുതിയിരുന്നു. നന്നായി. അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന തോന്നലുണ്ടാവും. വേറെ എന്നെ കുറിച്ച് വല്ലതും? അപ്പൂട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ. മുഴുവൻ അപ്പൂട്ടിനെ കുറിച്ച് തന്നെയാ. പിന്നെ എന്താ ചേച്ചി? ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറഞ്ഞോളൂ. കുറച്ച് പണം വേണാത്രേ. പുസ്തകം കുറെ മേടിക്കണമെന്ന്. അതിനെന്താ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എത്ര ആവശ്യം വെച്ചാ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ട. അമ്പിളിക്കത് വിഷമമാവും. കുറച്ച് തുക ഞാൻ സരസ്വതി ചേച്ചി ഏൽപ്പിക്കാം. വേണ്ട, ഞാനത് വീട്ടിൽ കൊണ്ടുപോയാ അറിയാലോ അവിടുത്തെ കാര്യം. അമ്പിളി ഏൽപ്പിച്ചാ അവൾ അത് ബാങ്കിലിട്ടോളൂ. എന്നാൽ അങ്ങനെ ചെയ്യാം. മണി ഓർഡർ അയച്ചാ മതി. അതൊന്നും വേണ്ട. ഇക്കാലത്ത് മണി ഓർഡർ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ശങ്കരനെ അയച്ചാൽ ഗോവിന്ദനാവും കിട്ടുക. ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പൂട്ടിന് അത് ബുദ്ധിമുട്ടാവില്ലേ? മണിയനെയോ വക്കച്ചനെ അയച്ചാ മതി. ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ തന്നെ എത്തിക്കാം. പോരെ? എന്നാ പോട്ടെ. ഉം. വീട്ടിലെല്ലാവർക്കും സുഖാണെന്ന് പറയണം. ആ, എന്റെ അമ്പിളിക്കുട്ടി, നീ ഇങ്ങനെ അമ്പിളി പൊന്നമ്പിളി ആയിരുന്ന അവന്മാര് തലേ കയറും. എന്റെ അടുത്ത് ആരെങ്കിലും നമ്പർ ഇറക്കുന്നുണ്ടോ? നിനക്ക് ചങ്കൂറ്റുണ്ടടി. അതുപോലാണോ ഈ മാടപ്രാവ്? ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി. അതാ കുഴപ്പം. എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം. അമ്പിളിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആ അപ്പം മാടപ്രാവാള് മോശമല്ല. എന്താ അമ്പിളി? ഒന്നുമില്ല. ആ മോളെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ആ, നന്നായിട്ട് പഠിക്കണം. മോള് പഠിച്ച് വലിയ നിലയിലെത്തണം. അച്ഛനെന്താ ഇങ്ങോട്ട്? ആ, എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. അച്ഛാ, കുടിച്ചിട്ട് ഇവിടെ. ഇപ്പൊ കുടിച്ചിട്ടില്ല, പക്ഷെ കുടിക്കണം. ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട്. ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി. നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇല്ലേ? എന്തിനാടി സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത്? അച്ഛാ, ഇത് ഹോസ്റ്റലാ. രാവുണ്ണിക്ക് എല്ലാം ഒരുപോലെ. കാശ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കണേ, വെറുതെ എന്നെ വെറു പിടിപ്പിക്കാതെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ആ, പേഴ്സ് എടുക്കണേ, പാട്ടി. നിന്റെ കയ്യിലൊന്നും ഇല്ല അല്ലേ? അമ്മ പഠിപ്പിച്ചു തന്ന വിദ്യയായിരിക്കും. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടി. രാവുണ്ണിയെ മണ്ടനാക്കാൻ നോക്കിയാവുണ്ടല്ലോ, അറിയാവല്ലോ തന്നെ. അത് ഞാൻ തരില്ല. അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മാലയും കമ്മലുവാ. അത് വിറ്റ് അച്ഛൻ കള്ളു കുടിക്കണ്ട. മാറിപ്പോയി അവിടുന്ന്. അമ്മ കഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ പേഴ്സ അതങ്ങ് കൊടുത്തേക്ക്. മനസ്സിലാ രൗണിയേട്ടാ, വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാറ്റിക്കരുത്. ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ. നീ ആരാടാ ചെത്തെ അവളെ പഠിപ്പിക്കാൻ? പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ രാവുണ്ണിക്കറിയാം. ഞാൻ അവളുടെ അച്ഛനാ. കേട്ടില്ലേ, ആ കുട്ടിയുടെ അച്ഛനാണെന്ന്. നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ. സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നതാ കണ്ടോളൂ. കള്ളു കുടിക്കാൻ സ്വന്തം. ഞാൻ പറയണില്ല, അന്തസ്സില്ലാത്ത. ആ പേഴ്സ് കൊടുക്കണോ? എടാ, വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. കാരണം നിനക്ക് കഴിയില്ല രൗണിയേട്ടാ. അപ്പൂട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നിങ്ങൾ അവിടെ തൊടില്ല. നേരത്തെ എന്റെ മോടെ കാര്യം തീരുമാനിക്കുന്നത് നീയാണോടാ? നീയാണോന്ന്? നീയാണ് വലിയ ദാതയാണെന്ന് പറഞ്ഞിട്ട് നീ കൊല്ലാണല്ലോ. തിരിച്ചു തല്ലാൻ അറിയാഞ്ഞിട്ടല്ല, അമ്പിളിയുടെ അച്ഛനായി പോയി. പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കയറൂ. ചെറ്റ എന്നെ അപ്പൂട്ടനാക്കരുത്. ആ പേഴ്സൺ കൊടുക്കണോ? ഇല്ലടാ, നിന്റെ ചെലവിൽ അവളിന് പഠിക്കണ്ട. പാടി കൊണ്ട്. ഒരച്ഛൻ, നിങ്ങൾ എനിക്കാരുമല്ല. എന്നിൽ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. ഈ പട്ടി നിന്റെ ആരടി? എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. എന്റെ ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്.
ദൈവമാണ്. എനിക്കെല്ലാം എല്ലാമാണ്. അപ്പൂട്ടാ അപ്പൂട്ടാ അപ്പൂട്ടോ അപ്പൂട്ടാ അപ്പൂട്ടാ അപ്പൂ അപ്പൂട്ടാ അപ്പൂട്ടാ ആരാ? ഞാനാ രാമൻകുട്ടി. ഓ രാമൻകുട്ടി, ആ. എന്താടാ ഈ നേരത്ത്? അപ്പൂട്ടാ ഒരു ഉഗ്രൻ കേസ്. പായിപ്രയല്ല സാവിത്രി. 5 അടി 4 ഇഞ്ച് പൊക്കം, 50 കിലോ തൂക്കം, പൊന്നിന്റെ നിറം, ശുദ്ധജാതകം, സുന്ദരി, തറവാട്. മതി. എനിക്ക് നീ ഇനി പെണ്ണ് അന്വേഷിക്കണ്ടടാ. നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ ഏറ്റിരിക്കുക. ഞാൻ വരണില്ല. എനിക്കിനി പെണ്ണ് കാണണ്ട. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കത് മതി. അയ്യോ, ഞാൻ വഴിയാധാരമായേ. എന്താണ് രാമൻകുട്ടി ഇത്? അപ്പൂട്ടാ സത്യം പറയാലോ, അപ്പൂട്ടന് പെണ്ണന്വേഷിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ കുടുംബം കഴിയണത്. ഇനി എന്റെ ഗതി. നീ വിഷമിക്കണ്ടടാ. നീ എന്റെ കൂടെ കുടിക്കോ? ഏതാ അപ്പൂട്ടാ പെണ്ണ്? അതിപ്പ പറയില്ല. കിട്ടിയടാ, അപ്പൂട്ടനൊരു പെണ്ണ് കിട്ടിയടാ. അപ്പൂട്ടന് പെണ്ണ് കിട്ടിയേ. അപ്പൂട്ടന് കല്യാണം. അപ്പൂട്ടന്റെ കല്യാണം.